ഈ സ്വർണ്ണം കിടത്തുന്നത് എങ്ങനെയാണ്? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിന്റെ ഉള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് പൊട്ടിച്ച് ഷഡിൽ ഒട്ടിച്ച് വിടും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ആദ്യമേ ഞാനൊരു വാണിംഗ് തന്നില്ല എന്നൊന്നും പറയരുത്. ഇതൊരു അപരാധ കഥയാണ്, ഒരു അപരാധിച്ചിയുടെ അപരാധ കഥകളാണ്, രണാസുനിയുടെ കഥകൾ. അതുകൊണ്ട് അപരാധം മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. അതുകൊണ്ട് കാണാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്ത് കൂടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു മൂന്ന് ദിവസത്തോളമായി ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് പിന്നെ കണ്ടന്റ് ക്ഷാമം വരുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും അപരാധിച്ചുകൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കൊണ്ട് തരുമെന്നുള്ളതാണ്. പ്രേക്ഷകർ പൊതുവെ ഇയാളെ രണ്ടെണ്ണം പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് വേറെ. അങ്ങനെ രണാസുനെ അവിടെ തകർത്താടുന്നുണ്ട്. പുതിയ ആൽബം, പുതിയ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല അപരാധങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി സ്വർണ്ണക്കള്ളക്കടത്ത് കാരിയറായി പോകുന്നു എന്നുള്ളതിനുള്ളൊക്കെ തെളിവുകളൊക്കെ നമ്മുടെ ഷഫീന ബീവി പുറത്തു വിട്ടിട്ടുണ്ട്. ആ വോയിസ് ഞാൻ ലാസ്റ്റ് വെച്ച് തരാം. അതിന്റെയൊക്കെ ഉള്ളയിലാണ് എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത്. ആ കേസിൽ എനിക്ക് വലിയ ഡൗട്ടുണ്ട്. കാരണം ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് വരെ ഇവിടെ വിളിച്ചില്ല, ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ ഉണ്ട്. അത് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, അവിടെ ഇതേ ജോലി ഇതേ വാർഡിൽ ചെയ്തിരുന്ന ഇതേ അപരാധം ചെയ്തിരുന്ന ഒരു കക്ഷിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. അവർക്കറിയാം ഇവിടെ എന്തൊക്കെ നടക്കും, ഏതൊക്കെ രീതിയിലൊക്കെയാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച്, അതായത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ സംഭവമൊക്കെ പറയുന്നത് ഞാൻ ഈ വീഡിയോയിലേക്ക് അവസാനം വോയിസ് കൊടുക്കാം, നിങ്ങൾ കേട്ടോളൂ എന്നുള്ളതാണ്. അതിന് മുമ്പേ ആദ്യം നമുക്കൊരു പട്ടി ഷോ, വെറും പട്ടി ഷോ കണ്ട് തുടങ്ങാം. എവിടെ ഇതില് ഈ ഇടയ്ക്ക് കണ്ടതിൽ ഏറ്റവും വലിയ പട്ടിഷോ ആയിട്ട് തോന്നിയ എനിക്ക് ഇതാണ്. സ്വന്തം ഭർത്താവിന്റെ ടീഷർട്ട് മണപ്പിച്ചിട്ട് അഭിനയിച്ച് തള്ളുന്നതാണ്. എന്നിട്ടാണ് തൊട്ടപ്പുറത്ത് പോയി ഈ പറയുന്ന ഭർത്താവിനോടുള്ള സ്നേഹമാണ് സബ്സ്ക്രിപ്ഷൻ ഇരുന്ന് തുറന്നു കാണിച്ചു കൊടുക്കുന്നത്. ഈ പറയുന്ന ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ഭർത്താവ് മരിച്ചതെന്ന് പോലും അറിയത്തില്ല, ഏതാണ്ട് എത്ര വർഷമായി എന്ന് പോലും അറിയില്ല. ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ഭർത്താവിന്റെ ആദ്യ ആണ്ടിൽ അവിടെ എന്ത് ചെയ്തു, കൂട്ടുകാരനെ കൊണ്ടുവന്ന് അവിടെ ഡാൻസ് കളിച്ച് ഉല്ലസിച്ചത്, അതൊക്കെ ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ഭർത്താവിന് ഈ പറയുന്ന പുരസ്കാരങ്ങളായി കിട്ടിയ അവാർഡുകൾ കട്ടിന്റെ അടിയിലെ ചാക്കൽ കെട്ടിയിട്ടതും ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ഇപ്പൊ കിടന്ന് അഴിഞ്ഞാടുന്നതും ഇപ്പൊ കിടന്ന് ശരീര പ്രദർശനം ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നതും ഭർത്താവിനോടുള്ള സ്നേഹമാണ്. എന്നോട് ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കുന്നത് ഈ ഒരു സംഭവമാണ്. സുധി ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, ഇപ്പോഴും എന്റെ പ്രാണനാഥനാണ്, ഇപ്പോഴും അവനില്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല, അവനാണ് എന്റെ എല്ലാം എന്ന് കാണിക്കുന്നതിന്റെ ഈ പ്രഹസനം ഉണ്ടല്ലോ, അത് ആദ്യം നിർത്തും. അതിങ്ങനെ കാണിക്കുമ്പോൾ ഈ പറയുന്ന പ്രേക്ഷകർക്ക് എന്നോട് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പം കുറെ നെഗറ്റിവിറ്റികൾ വന്നു, ചാനൽ അടിച്ചു പോലുള്ള വക്കിൽ എത്തി നിൽക്കുകയാണ്. ഇവർ മാത്രമല്ല, എല്ലാ ഇതുപോലെ അപരാധം കാണിച്ച് ഈ പറയുന്ന കൊച്ചു കുട്ടികളുടെ ഭാവി നിലയ്ക്കുന്ന രീതിയിൽ പലയിടത്തും കംപ്ലൈന്റുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ മുഖ്യമാറും അടിച്ചു പോകും എന്നുള്ള രീതിയിൽ വന്നപ്പോൾ എന്താണ് പഴയ സെന്റിമെന്റിൽ വർക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടെത്തുക, തിരിച്ച് പ്രേക്ഷക പിന്തുണ പിടിച്ചു പറ്റുക എന്നുള്ള ഒരു ആക്ടിങ് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അത് കമന്റ് ബോക്സ് കണ്ടുകഴിഞ്ഞാൽ അറിയാം, പ്രേക്ഷകരൊന്നും പണ്ടൊക്കെ കുറെ പ്രേക്ഷകർ മണ്ടന്മാരായിരുന്നു, ഇപ്പൊ മണ്ടന്മാരല്ല എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അമ്മ ഈ ഒരു പട്ടി ഷോ അടുത്ത ഇത് പുതിയ ഒരു മളുക്ക് ഒരു കഷണ്ടി ഒരു മാവ് വന്നിട്ടുണ്ട്. അവരാണ് ഡയറക്ടർ. അടുത്ത വിധി നിന്റെയാണ്, അടുത്ത ഊഴം നിന്റെയാണ്. ആരൊക്കെ കൂടെ നിന്നിട്ടുണ്ട് അവർക്കെല്ലാം നല്ല തികച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് തികയ്ക്കുന്നത് എപ്പോഴെപ്പോഴും പൊക്കി അയ്യോ രനീശ്വതി പാവമാണ്, പച്ച പാവമാണ്, മലാഹയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടെ നിൽക്കും. എന്തെങ്കിലും ഒരു തെറ്റ് നീ പറഞ്ഞാൽ നിന്റെ ഗതി അതോ മതി, നീ പീഡിപ്പിച്ചെന്ന് വരെ പറയും. നീ എഴുതി വെച്ചോ, നീ പോയി പീഡിപ്പിച്ചു, അതിനാണ് എന്നെ അവിടെ വിളിച്ചു വരുത്തിയത്. രണാസുന പൊക്കളിൽ മുന്തിരി വയ്ക്കുന്ന സീനുണ്ടോ? കാണത്തില്ലല്ലേ? പടയിൽ അതാണല്ലോ താങ്കളുടെ ഭാഷ. അവൻ അന്ന് തെറ്റുപറ്റിപ്പോയി. അവൻ പൊക്കളെന്ന് പറഞ്ഞതുകൊണ്ടാണ് മുന്തിരി വയ്ക്കാൻ സമ്മതിക്കുന്നത്. പട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മുന്തിരിയല്ല, നീ ആപ്പിൾ കാണാൻ എന്ന് പറഞ്ഞേന്. അപ്പൊ
വടയിൽ മുന്തിരി വയ്ക്കുന്ന സീൻ വല്ലതും ഉണ്ട് രണാസുന? നീ കണ്ടറിയാം. ആദ്യം നമുക്കൊരു സംഭവമൊക്കെ കാണാം. നായകൻ പഠിപ്പിക്കുന്നതിന്റെ ഡയറക്ഷൻ ഒക്കെ തുടങ്ങി. രണാസുന നായകനെ പഠിപ്പിച്ച ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്നെ കണ്ടുപടി നാടക ഡയലോഗ് പോലെ ഇരിക്കുന്നു എന്നുള്ള പറയുന്നത്. അതായത് രണാസുനയുടെ ആ ക്ലിപ്പെടുത്തിൽ കഴിഞ്ഞ കുറെ അഭിനയ മുഹൂർത്തം, ഒരു 4-5 എക്സ്പ്രഷൻ ഉണ്ട്. കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ, പിന്നെ കാമുകനെ നോക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ, പിന്നെ അനുരാഗ പരിവശയായി നോക്കുന്ന ഒരു എക്സ്പ്രഷൻ, പിന്നെ ദേഷ്യം വരുമ്പോൾ ഒരു എക്സ്പ്രഷൻ. ഇങ്ങനെ ഒരു 3-4 എക്സ്പ്രഷൻ ഉണ്ട്. ആ ഒരു 3-4 എക്സ്പ്രഷനിൽ മാത്രം പിടിച്ചു പോകുന്ന ഒരു താരമാണ് ഈ പറയുന്ന രണാസുന. ഈ രണാസുന വന്ന യുവ നടനെ പഠിപ്പിക്കാൻ പക്ഷെ ഇങ്ങനെ നല്ല ഡയലോഗ് അടിക്കട്ടെ. ഡയറക്ടർ നീ ആവളാടേ മൾക്ക് എണ്ണ അണ്ണ കഷണ്ടി എണ്ണ നീയാണ് ഡയറക്ടർ. നിനക്ക് നീ സത്യം മുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ബിനാമിയല്ലേ, ഇവിടെ വേറൊരു ഈ റബ്ബർ സ്റ്റാമ്പ് പോലെ നിന്നിട്ട് ഇവളല്ലേ യഥാർത്ഥത്തിൽ ഡയറക്ട് ചെയ്യുന്നത്? സംശയമുണ്ട്. അങ്ങനെ രണാസുന വലിയ നടിയായി വന്നു നിൽക്കുന്ന കൂടെ സഹ നടന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഡേ ഇങ്ങനെയൊന്നും അല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അടുത്ത് വേറൊരു അപരാധം കണ്ടിട്ട് നമുക്ക് വേറൊന്നും വരാമേ. അയ്യടാ കൂടെ വന്നു, ഞാൻ നിനക്ക് ഇപ്പൊ തരാം. എന്തരാ തരാന്ന് ഉദ്ദേശിച്ചില്ല. ലവൻ ആ വീഡിയോ എടുക്കുന്ന അയ്യേ അയ്യേ എന്ന് പറയുമ്പോ എന്തോ ഒരു കുൽസിതമാണ് അവിടെ പറഞ്ഞത്. ആക്കിയേക്കാം ചിരി. ഇതിനെ പച്ച മലയാളത്തിൽ കാ വച്ചൊരു ചിരി എന്ന് പറയും. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. കമന്റ് ബോക്സിൽ മിക്കവാറും പറയും കാ വച്ചൊരു ചിരി. നീ വെക്കണ്ട, നീ വെച്ച വയറ് കാണോ? എടി ഇതുപോലുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടാണ് എന്റെ പൊക്കെ എന്നെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. എനിക്ക് സ്വിമ്മിങ് സൂട്ട് വേണമെന്ന് പറഞ്ഞു. എന്റെ കുപ്പിയിൽ മറ്റത് വെക്കാൻ പറഞ്ഞു. എന്റെ വടയിൽ അത് വെച്ച് കടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു. നീ പറയുന്ന നീ സമൂഹത്തിന് കൊടുക്കുന്ന ഇതാണ്. ലോകം മര്യാദയ്ക്ക് എന്താണ് ഈ പറഞ്ഞ മൈക്ക് വെക്കാൻ പറഞ്ഞത്? നീ വെക്കണ്ട, പിന്നെ വയറ് കാണും. അങ്ങനെയല്ലേ പറഞ്ഞത്? എനിക്ക് അങ്ങനെ കേട്ടത്. വയറ് കാണുന്ന ഇങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. അതായത് യവൻ വെക്കുമ്പോൾ ഇതിനിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഉളിഞ്ഞു നോക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ പറഞ്ഞത്. എന്നിട്ടൊരു വൃത്തികെട്ട ഒരു ചിരിയും. എന്റെ അമ്മോ തങ്കച്ചാ, താങ്കൾ എങ്ങനെ സഹിക്കുന്നു? അടുത്ത് ഇവരാരെങ്കിലും ആ സസ്പെൻഷന് പണി തരുമെന്ന് തോന്നുന്നു. എന്ത് പണി തരാനാ? എന്താ പണി തന്നാൽ തന്നു, അത്രേ ഉള്ളൂ. എനിക്ക് മുന്നും പിന്നും നോക്കാനില്ലാത്ത ഒരാളാണ് ഞാൻ. ജീവിക്കുന്നതിന്റെ ഒരു ഇതിലാണ് അങ്ങ് ജീവിച്ചു പോകുന്നത്. അപ്പം എനിക്കിനി ഒന്നും നോക്കാനില്ല. ഉള്ളപ്പോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. മുന്നും പിന്നും നോക്കാൻ എനിക്കില്ല. തള്ളേ മുന്നും പിന്നും എനിക്ക് നോക്കാനില്ലെന്നാണ് പറയുന്നത്. അതിനുള്ള തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നും പിന്നും നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും മുന്നും പിന്നും നോക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ മുന്നും പിന്നും ഒന്നും എനിക്ക് നോക്കാനില്ല. ഇവിടെ നല്ല കുരു പൊട്ടിയിട്ടുണ്ട്, നല്ല പണികൾ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യാൻ പോണെങ്കിൽ പോട്ട് എന്നുള്ള ലെവലിലായി. മുമ്പ് അങ്ങനെയല്ലേ പറഞ്ഞത്? ചുണയുണ്ടെങ്കിൽ എന്റെ സബ്സ്ക്രിപ്ഷൻ ഈ പൊട്ടി കാണിയിടാ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ പോണെങ്കിൽ പോട്ട് എന്നുള്ളതാണ്. പലയിടത്തുനിന്നും നല്ല രീതി ഞാൻ പറഞ്ഞാൽ ഇൻസ്റ്റാ കൂട്ടിക്കാൻ വലിയ ഇപ്പോഴ് ഇതിനകത്ത് ഈ സബ്സ്ക്രിപ്ഷനകത്ത് വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. 3000 കഴിഞ്ഞ പക്ഷെ വലുതായിട്ടൊന്നും കാണിക്കും. 3000 എന്ന് പറഞ്ഞാൽ 1 മാസത്തെ സബ്സ്ക്രിപ്ഷനാണ്. കാണിച്ചില്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ ഇവരെല്ലാം കഴിഞ്ഞ് പോകും. ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തവരെ അവിടെ ഇരിക്കും. എന്തായാലും പൈസ കൊടുത്തില്ലേ, 1 മാസം എന്തെങ്കിലും കാണ്ട് മുന്നിലിരിക്കും. അപ്പൊ ഈ തൊഴിഞ്ഞു പോണ സമയമൊക്കെ ആകുമ്പോൾ ഇവർ കുറച്ചും കൂടി എക്സ്ക്ലൂസീവ് കൊടുക്കപ്പെടി കുറെ എണ്ണം വീണ്ടും ഇനിയും കിട്ടും, എന്തെങ്കിലും ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്നത് എന്നുള്ളതാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി ഇത്ര അപരാധങ്ങൾ ഇന്നത്തേക്ക് ഞാൻ എടുത്തോളൂ. ഈ ഇത്ര അപരാധം എടുത്തോളൂ. അപരാധം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മണ് ഒരു ലോഡ് അപരാധമുണ്ട്. ഒന്നല്ലെങ്കിൽ യഥാർത്ഥ പ്രയോഗങ്ങളും മറ്റതും മറിച്ചത് കിച്ചുവിനെ പറ്റിയും ലവനെ പറ്റിയും കിച്ചുവിനെ പിന്നെ ഈ പറയുന്ന ഋതപ്പന്റെ കൂടെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അപരാധങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. ആ ക്ലിപ്പിൽ ഇതേ ബാറിൽ ഇതേ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, യഥാർത്ഥത്തിൽ ഇതേ ജോലികളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലാണ് നമ്മുടെ ഷെഫീന ബീബിയുടെ ചാനൽ വഴി വന്നത് എന്നുള്ളതാണ്. അവർ തുറന്നു പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളത്. അതിനകത്ത് അവരായതുകൊണ്ട്, ഇതേ ഫീൽഡിൽ നിൽക്കുന്നവരായതുകൊണ്ട് ഇതിനകത്ത് എന്തെല്ലാം തരികിടകൾ നടക്കും, ഏതൊക്കെ രീതിയിൽ സ്വർണം കള്ളക്കടത്ത് നടത്താം, എവിടെയൊക്കെ അന്തർ അക്കൗണ്ടിൽ ഏതൊക്കെ വെച്ച് ഉള്ളയൊക്കെയാത്ത മറ്റതും, അതായത് കസ്റ്റംസ് പിടിക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെ സ്വർണങ്ങൾ കൊണ്ടുവരാം,
ഏതൊക്കെ രീതി ഇവരെ കാരിയറായിട്ട് ഇവരെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവരെ എന്തിനും ആഴ്ച തോറും എന്തിന് അവിടെ വിളിച്ചു കൊണ്ടുവന്ന ഈ ആഴ്ച ഒരു 10-15 ദിവസം കൊണ്ട് അവിടെ ഈ വരുന്നവർ ഇങ്ങനെ ബാർ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്ന് അവിടെ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് ആ ഒരു ഓഡിയോയിൽ പറഞ്ഞിട്ട് നിങ്ങളെ കേൾക്കും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. ചേച്ചി പറയുന്നത് വളരെ സത്യമാണ്. ചേച്ചി ഇത് വോയിസ് കേൾക്കുമെങ്കിൽ അത് ഓക്കെ, ചേച്ചി എടുത്ത് പബ്ലിക് ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്. ഇവിടെ നടക്കുന്ന ഈ ബാർ ഡാൻസ്, സ്പാ, ഇതിന്റെയൊക്കെ മറവിൽ വെറും ഗോൾഡ് ബിസിനസ്സും മയക്കുമരുന്നും കച്ചവടവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ 4 വർഷം ഈ സ്പാ ഫീൽഡിൽ ഉണ്ടായിരുന്നത്, ഈ ഡാൻസ് ബാറിൽ ഉണ്ടായിരുന്ന എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിതിനെ കുറിച്ച് വളരെ പച്ചവെള്ളം പോലെ അറിയാം. നമ്മളൊക്കെ ഇതിൽ ഉപയോഗിക്കാം, ഇവന്മാർ ഉപയോഗിക്കും എന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ നിന്നൊക്കെ വിട്ടുപോയത്. ഞാൻ സത്യം പറയാൻ ചേച്ചിയോട്, ഞാൻ ഇപ്പോഴും ഡേറ്റിംഗ് ചെയ്ത് ജീവിക്കുന്നു. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര അവന്മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കിടത്തുന്ന പറഞ്ഞാൽ ഈ സ്വർണ്ണം കിടത്തുന്നത് എങ്ങനെയാ വരാം? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിനുള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് പൊട്ടിച്ച് ഷഡിയിൽ ഒട്ടിച്ച് വിടും. ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ അതുമല്ല, ഇവന്മാർക്ക് ഒരു ജീൻസ് ഉണ്ട്, ജീൻസിന്റെ പല ഭാഗങ്ങളും സ്വർണ്ണമായിരിക്കും. ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടും നമുക്ക് അനുഭവമുള്ള, പിന്നെ ഇതുപോലുള്ള കുറെ കാരിയേഴ്സ് ഉണ്ട്, സ്ഥിരം പോയി വരുന്ന കാരിയേഴ്സ്. അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് അയച്ചു തരാം. ചേച്ചി എപ്പോഴെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മറുപടി തന്നാൽ എനിക്ക് ചേച്ചിയെ പോലെ ഒന്നും ഇരുന്ന് സംസാരിക്കാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വന്ന് പണ്ടേ പറഞ്ഞേനെ. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്കറിയില്ല ചേച്ചിയാണോ അനിയത്തിയാണോ പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, എന്റെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നു, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലിയൊക്കെ ആയിട്ട് അവരെ 2-3 പേര് ദുബായിലുണ്ട്, 1-2 പേര് നാട്ടിലും ജോലി ചെയ്യുന്നു.